പക്ഷേ വൺസ് ഞാൻ ആ കമ്പനി ജോലി കിട്ടിയതിനു ശേഷമാണ് മനസ്സിലായത് വെയർഹൗസ് എന്താണ്, അവിടുത്തെ ഓപ്പറേഷൻസ് എന്താണ്. ലാസ്റ്റ് ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ വിചാരിക്കുന്നത് പിക്കിംഗ് പാക്കിംഗ് ലോഡിങ് അലോഡിങ് ഈ ജോലിക്ക് ഇത്രയൊക്കെ പഠിക്കണം. ലോജിസ്റ്റിക്സിൽ പെണ്ണുങ്ങൾ ഉള്ളത് തന്നെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഒരു ടീമിൽ. കാരണം അവരുടെ ചിന്ത കൂടുതൽ ആണുങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു ഉപരി കൂടുതലാണ്. ഞാൻ നോക്കുന്നതൊക്കെ വലിയ വലിയ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കാര്യം അറിയുന്നില്ല. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ, എവിടെ ചെയ്യുന്നോ, ഏത് കമ്പനി ചെയ്യുന്നോ ഉള്ളതാണ്, അവിടെയാണ് നമ്മുടെ സാലറി പാക്കേജ് വരുന്നത്. ലാസ്റ്റ് ടൈമിൽ സാർ ഒരു ആർട്ടിക്കിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നോ? നമ്മൾ അതിൽ പറഞ്ഞത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ ജോബ് മാത്രമേ ഉള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഈ ഒരു ഇതിലുണ്ട്. ഒരിക്കലും ഇല്ല. കാരണം ലോജിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A to Z എല്ലാം ഉണ്ട്. എല്ലാ മേഖലയിലും ലോജിസ്റ്റിക്സ്. നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങാം. അന്ന് പർച്ചേസിംഗിൽ ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് പ്രൊക്യൂർമെന്റിലായിട്ട് അവനിക്ക് വർക്ക് ചെയ്യാം, സ്റ്റോക്ക് മെയിൻ്റെനൻസ് ചെയ്യുക, ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക, പ്രൈസിംഗ് ഉണ്ട്. പ്രൈസിങ് എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു പ്രൈസിങ് എല്ലാ മേഖലയിലും ഉണ്ട്. അക്കൗണ്ട്സിലില്ലേ? കാരണം ഇവിടെ നിന്ന് നമ്മൾ അക്കൗണ്ട്സിൽ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞ വരവ് ചെലവ് കണക്ക് മാത്രം നോക്കുന്നതാണ്. ഓക്കെ ഫൈൻ, ആരെടുത്ത വരവ് ചെലവ് ഉണ്ടാക്കി? ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഇത് ലോ പ്രൊഫൈൽ ജോബാണ്. ലോ പ്രൊഫൈൽ അല്ല, ഇത് ഹൈ സംഭവമാണ്. ഇത് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ വൈറ്റ് കളർ ജോബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഡോക്ടർ, ലോയർ എന്നൊക്കെ പറയുന്നത്. ഏത് ഡോക്ടറാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ? ആരില്ല. ഏത് വക്കീലാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ? ഏത് സയന്റിസ്റ്റാണ്? നിങ്ങൾ ടോപ്പ് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോളർ ആയിരിക്കില്ല, ഒരു ആർട്ടിസ്റ്റ് അല്ല, ബിസിനസ്സുകാരൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ദേ ഹാവ് ടു ഡീൽ വിത്ത് ബിസിനസ്. ഇന്റർനാഷണൽ ട്രേഡാ, ലോക്കൽ ട്രേഡാ, ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും സാറേ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാലേ വല്ലാത്തൊരു സെറ്റപ്പാണ്. വേറെ അടുത്ത മേഖലയാണ്. ഇപ്പം നമ്മൾ ലോജിസ്റ്റിക്സ് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാച്ചും കയ്യിലുള്ള പോലെ എല്ലാം ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടിങ് കൺട്രിയുമാണ്. അപ്പം ഈ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് മെയിൻ്റെനൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മളിപ്പം സാധാരണ സാറ് കണ്ടു കാണും. ഇപ്പം ഷുഗർ മാനുഫാക്ചറിങ്, ഏത് വീട്ടിലാണ് പഞ്ചസാര ഉപയോഗിക്കാത്തത്? അതെ, ചിലപ്പോൾ ഡയബറ്റീസ് എന്ന് പറയും, എന്നാലും അവർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഈ പറയുന്ന പഞ്ചസാര കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് ആകെ കൂടെ 4 മാസം. അതെ. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് കുറച്ച് പേര് ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന, നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ ഒരുമാതിരിപ്പെട്ട ആർക്കും അതിനെ കുറിച്ച് അറിയില്ല. കൾട്ടിവേഷന് മിനിമം 24/7 പഞ്ചസാര ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? എങ്ങനെയാണ് സ്റ്റോക്ക് മെയിൻ്റെനൻസ്? സ്റ്റോക്കാണ്. ബ്രാൻഡ് ഉണ്ടോ? ഇല്ല, ഒരു ബ്രാൻഡും ഇല്ല. അതാ പറയുന്നത്. എന്നാലോ ഈ പറയുന്ന സമയത്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യുകയും വേണം. അതാണ് ഇതൊരു വലിയൊരു മാനേജ്മെന്റ് ആണ്. ഇതിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. കാരണം നമുക്ക് പഞ്ചസാര ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അന്നായിരിക്കും നമ്മൾ എന്താ ഇല്ലാത്തത്, ഒന്ന് മേടിച്ചു വെക്കണ്ടേ, സ്റ്റോക്ക് ചെയ്ത് വെക്കണ്ടേ. വീട്ടിൽ നമ്മൾ പറയാറുണ്ട് ഇൻവെന്ററി പാലില്ലേ, പഞ്ചാരയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ? ശരിക്കും ആക്ച്വലി സാർ ഇപ്പൊ പറഞ്ഞല്ലോ പഞ്ചാര, ഈ പഞ്ചാര പോലുള്ള സാധനങ്ങൾ ചിലർ പഞ്ചാര എന്ന് പറയും, ചില പഞ്ചാര എന്ന് പറയും കേട്ടാ. നമ്മള് കൊച്ചിക്കാരോട് പഞ്ചാര എന്ന് കൂടുതൽ പറയാ. ശരിക്കും പറഞ്ഞ നഫീദ് എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ട്. അതൊരു വെയർഹൗസിംഗ് സിസ്റ്റംസ് ആണ്. ഈ നഫീദിലൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള വെയർഹൗസിംഗ് സിസ്റ്റംസ് ആണ്. അവർ ശരിക്കും പറഞ്ഞാൽ അത് നേരിട്ട് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഇത്തരത്തിലുള്ള വെയർഹൗസുകൾ സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് പിന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ അടുത്തുള്ള സപ്ലൈകോയിൽ വരുന്നു. പിന്നെ ഇവിടെയുള്ള നമ്മളുടെ കേരളത്തിലുള്ള വെയർഹൗസുകളിലേക്ക് വരുന്നു. അവിടെ നിന്ന് നമ്മളുടെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് വരുന്നു. ഇതെല്ലാം പോകുന്ന ഒരു ലോജിസ്റ്റിക്സിന്റെ ഓപ്പറേഷൻ. ഇതിനേക്കാളും വേറൊരു വലിയൊരു ലോജിസ്റ്റിക്സിന്റെ ഓപ്പറേഷൻ നടന്നു. പലർക്കും അതിനെ കുറിച്ച് അറിയില്ല. വാക്സിൻ. അതാ പറഞ്ഞു, വാക്സിനേഷൻ. എല്ലാരും വീട്ടിൽ തന്നെ അല്ലായിരുന്നു. സ്വന്തം എന്താ പറയുന്നത്, അമ്മ അടുത്ത റൂമിലായിരുന്നു കിടക്കുന്നത്. അവർക്ക് ഇങ്ങോട്ട് വരാൻ അനുവാദമില്ല. പക്ഷെ വാക്സിനേഷൻ കറക്റ്റ് എത്തി. പുറന്നാട്ടിൽ വല്ലാത്ത ഇന്ത്യ എന്നല്ല വേൾഡ് മൊത്തത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പാൻഡമിക്. ആരും പുറത്തു വരില്ല. എനിക്കറിയാം, നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സാറിന് കൊറോണയുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, കൊറോണ ടൈമിൽ വീട്ടിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് വന്നില്ല. ക്വാറന്റൈൻ ഒക്കെ ആയിരുന്നു. ഫുൾ ആൻഡ് ഫുള്ള് വീട്ടിൽ നിന്ന് മറ്റേ ജയിലിൽ കൊടുക്കുന്ന പോലെ ഭക്ഷണം അവിടെ വെച്ചിട്ട് പോകും, നമ്മൾ പോയി എടുത്ത് കഴിക്കണം. അതൊക്കെ എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. എങ്ങനെ നമുക്ക് എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടി? 2 ഡോസ് വെച്ച് ഞാനും അടിച്ചിട്ടുണ്ടായിരുന്നു 2 ബൂസ്റ്റർ. അത് തന്നെ. ഇപ്പം അത് എങ്ങനെ പറ്റുന്നു അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല.
അതില്ലായിരുന്നെങ്കിലോ ലോജിസ്റ്റിക് ഓപ്പറേഷൻ നടന്നില്ല. ഓ ആർക്കും ജോലി ഇല്ലാതെ എല്ലാവരും വീട്ടിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. അതെ അതെ അതെ. ആ ടൈമിൽ ലോജിസ്റ്റിക് മാത്രം ചെയ്തില്ലായിരുന്നെങ്കിൽ ആൾക്കാർ പുറത്തിറങ്ങുമായിരുന്നു. എവിടുന്ന് ഇപ്പോഴും നമ്മൾ മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് നടക്കേണ്ടി ഇറ്റ്സ് വന്നു. എ നെവർ എൻഡിങ് പ്രോസസ്. മനുഷ്യനുണ്ടോ ഇനി ലോജിസ്റ്റിക്സ് എനിക്ക് അതല്ല അതിശയം, ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും ഇത്രമാത്രം വാസ്റ്റ് ഓപ്പറേഷൻ നടന്നിട്ടും ആളുകൾ പറയുന്നു ഇതിന് ലോ പ്രൊഫൈൽ ജോബാണ്, ഇതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അതിനെ കുറിച്ച് ശരിക്കും പിടികിട്ടത്. ഇല്ല, അത് ശരിക്കും ഇത് കുട്ടികളുടെ മാത്രമുള്ള ഒരു പ്രോബ്ലം ആണോ സാർ? ശരിക്കും അവരെ നമുക്ക് പക്കയായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ? ഇല്ല, ആക്ച്വലി ഇത് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. അത് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയം എടുക്കും. എനിക്ക് തോന്നുന്നു സാറിനെ പോലെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് പാസ് ചെയ്ത് തന്നാലേ എനിക്ക് തോന്നുന്നു അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ? ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. അത് പിന്നെ ചിലർ വന്നിട്ട് കള്ളമാണോ പറയുന്നത്, ശരിക്കുള്ളതാണോ? നമ്മൾ അനുഭവമാണ് പറയുന്നത് ഇവിടെ. കാരണം ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊന്നും ഒരിക്കലും ഒരു ജാക്കറ്റ് ഇട്ടിട്ടോ തൊപ്പിയിട്ടിട്ടോ അല്ലല്ലോ പോകുന്നത്. ഞാൻ അവിടെ പോകുന്ന പക്ക പ്രൊഫഷണൽ ഇതിൽ തന്നെ ടൈ ഒക്കെ കെട്ടി ഞാൻ പോകണം. അതിനുള്ള ജോലിയാണോ ഞാൻ ചെയ്യുന്നത്? എന്നാൽ അതിനേക്കാൾ ഉപരിയാണ് ഞാൻ ചെയ്യുന്നത്. അത് വൺസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ഇത് ചെറിയൊരു കാര്യമല്ല. ഒരു ഡീൽ, ഇൻ്റർനാഷണൽ ഡീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമ്മൾ സംസാരിക്കണം. ഫോറിനേഴ്സ് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയത്തില്ല. അവരുടെ ലൈക്ക് ഇപ്പം ജർമ്മൻസിന് സെപ്പറേറ്റ് സ്വഭാവമാണ്, ഇംഗ്ലണ്ടുകാർക്ക് സെപ്പറേറ്റ് സ്വഭാവമാണ്, ഫ്രഞ്ചുകാർക്ക് സെപ്പറേറ്റ് സ്വഭാവമാണ്, ഇന്ത്യൻസിന് വേറെ സ്വഭാവം, ഇന്ത്യൻസിന് ഒരു അല്ലാത്ത സ്വഭാവമാണ്, കേരളക്കാർക്ക് കച്ചറ സ്വഭാവമാണ്. അതെ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പെരുമാറേണ്ടത്. അത് ആദ്യം നമ്മൾ ആരുമായിട്ടാ സംസാരിക്കുന്ന അറിയണം. അവരുടെ ക്യാരക്ടർ എന്താണ്, അവർ ദേഷ്യക്കാരാണോ, ഒരാൾ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അവരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം? നമ്മൾ കറക്റ്റ് പോയിന്റ് പറഞ്ഞു കൊടുത്താൽ പോരെ. അതെ, നമ്മൾ തിരിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കസ്റ്റമറെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഇവന്മാർ എന്തായാലും പഠിച്ചിരിക്കും. ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനറിസം, ഇതിനെയാണ് നമ്മൾ വന്നിട്ട് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. വെൻ യു ആർ സിവിലൈസ്ഡ് എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടും. അത് എന്തൊക്കെ തന്നെ നമ്മൾ റൂഡായിക്കോട്ടെ, നീ ദേഷ്യപ്പെട്ടതിനൊരു കാരണമുണ്ട് എന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ വെറും ചൂടാണ് എന്നുള്ളൊരു കോൺസെപ്റ്റായി മാറും. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരിക്കും അങ്ങേർക്ക് കലിപ്പാണോ, എന്താ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു 30 കോടിൻ്റെ നഷ്ടമായിരിക്കും അങ്ങേർക്ക് ഉണ്ടായ. പിന്നെ തീർച്ചയായും കലിക്കത്തില്ലേ. അത് നമ്മളത് മനസ്സിലാക്കണം. ആക്ച്വലി നമ്മൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നു. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എത്ര ടെക്നോളജീസ് ആണ് നമ്മളുടെ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വന്നിട്ടുള്ളത് അല്ലേ? ഈ മെറ്റീരിയൽ റിസീവ് ആവുന്നത് മുതൽ ബാർകോഡിങ്, സ്കാനിങ്, RFID, ഒയ്യോ എല്ലാം വന്നിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നമ്മുടെ ജോലി മാക്സിമം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചിട്ട് എത്രമാത്രം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അതാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ആക്ച്വലി നമ്മൾ കസ്റ്റമറുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നത്. നാളെ AI മാത്രം സംസാരിക്കത്തില്ല. ആ ഒരു കാര്യം നമ്മൾ തന്നെ ഡീൽ ചെയ്യും. അതെ അതെ അതെ, ബിസിനസ് എടുക്കാനും ശരി ഇത് തന്നെ. പക്ഷെ നമ്മൾ കുറെ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വർക്ക് കട്ട് ഷോർട്ട് ചെയ്യും. അതാണ് മെയിൻ. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും ആളുകൾ ഉദ്ദേശിക്കുന്ന പോലെ വൈറ്റ് കോളർ ജോബാണ് കിട്ടേണ്ടത്, അത് കിട്ടും. ജെൻഡർ സ്പെസിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് ഒരേപോലെ വർക്ക് ചെയ്യാം. നല്ല പ്രൊഫൈൽ ജോബ് കിട്ടുന്നുണ്ട്. പിക്കിംഗ് പാക്കിംഗ് പോലെയുള്ള ജോലിയോ അങ്ങനത്തെ ഒന്നുമല്ല നടക്കുന്നത്. ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള കുറെ തെറ്റിദ്ധാരണകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ ഓട്ടോമാറ്റിക്, ഇന്ത്യ എന്ന് എനിക്ക് തോന്നുന്നു വേൾഡിൽ ഏറ്റവും നമ്പർ 1ലേക്ക് ഇപ്പൊ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ തന്നെ അല്ലേ? ഇപ്പൊ നമ്മൾ പറയുന്നത് ദുബായ് പറയുന്നുണ്ട്, ഇന്റർനാഷണൽ ഹബ്ബ്. ശരിക്കും ഞാൻ ഒരു ഡൗട്ട് ഉള്ള എനിക്ക് ചോദിക്കാനുള്ള സാറേ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വിഴിഞ്ഞം വരുന്നുണ്ട്. ആക്ച്വലി വിഴിഞ്ഞം വരുന്നതിന് മുമ്പ് നമ്മളുടെ ഈ പറയുന്ന ഇന്ത്യയിലേക്കുള്ള ഈ ഒരു ഷിപ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഏത് പ്ലേസിലാണ് കൂടുതലായിട്ട് വന്നത്? മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തും ബോംബെ പിന്നെ ചെന്നൈ പണ്ട് തൊട്ട്. മദ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻ ആൻഡ് ഔട്ട് കൺട്രീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ പറയുന്ന ഈ ഗുജറാത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ നമ്മൾ പോകണം, നോട്ടിക്കൽ മൈൽ. ഗുജറാത്ത് ആയാലും ശരി, ബോംബെ ആയാലും ശരി, ചെന്നൈ ആയാലും ശരി. ചെന്നൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ഷിപ്മെന്റ് ആണ്, അത് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടല്ല. അപ്പം എന്തൊക്കെ തന്നെ ചെന്നൈ ആയാലും ടൂട്ടുക്കോറിനായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കൊളംബോയിൽ പോകണം. കൊളംബോ ആണ് ഹബ്ബ്, ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ശ്രീലങ്കയിലെ. അപ്പം ഈ പറയുന്ന സാധനം ഇപ്പം എൻറ്റയർലി ഒരു വലിയൊരു ചേഞ്ചാണ് നടക്കുന്നത്. നമുക്ക് കേരളത്തിൽ ഭാഗ്യം കൊണ്ട് പ്രകൃതി തന്നെ തന്നിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ. അതിലൊന്നാണ് വിഴിഞ്ഞത്തിന്റെ ഈ പോർട്ട് എന്ന് പറയുന്നത്. നാച്ചുറൽ ഡെപ്ത് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദുബായ് എന്ന് പറഞ്ഞ സാധനം നേരെ ഇനി ദുബായ് ഇല്ല.
ഇനിയിപ്പം വിഴിഞ്ഞോ വിഴിഞ്ഞാണ് വരുന്നത്. ട്രിവാൻഡ്രം. അങ്ങനെയാണെങ്കിൽ എല്ലാ മദർഷിപ്പിനും നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്ന് കയറാം. ഏത് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോയിൽ ടച്ച് ചെയ്യാതെ പോവില്ല. ഓക്കെ ഓക്കെ ശരി. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുമാനം കൂടും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസും കൂടും. ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. എൻ്റെ അറിവിൽ ഞാൻ പറയാം, ഇവിടുന്ന് പുറത്ത് പോയിട്ടുള്ള, അതായത് അബ്രോഡ് പോയിട്ടുള്ള പല ആൾക്കാരും ഗൾഫിലായാലും ശരി, എല്ലാവരും തിരിച്ചിങ്ങോട്ട് വരും. ബിക്കോസ് ദേ ക്യാൻ ഏൺ ദാറ്റ് എമൗണ്ട് ഇൻ ട്രിവാൻഡ്രം. So that will earn in maximum money in minimum time. സ്വന്തം നാട്, എന്ത് വേണ്ടി, മഴയുണ്ട്, വെയിലുണ്ട്, ഹരിതാപം പച്ചപ്പ്, മറ്റേ സിനിമ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വല്ല മരുഭൂമി പോയി. സോ ദാറ്റ് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടാണ് പല ആളുകളും പുറത്തേക്ക് പോകുന്നത്. അതിന് പകരം കൊണ്ടാണ് പുറത്തു പോകുന്നത്. അതെ, ഇനി ആ പറയുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ നാട്ടിലുണ്ട്. തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുക. എത്ര വെയർ ഹൗസസ് ആയിരിക്കും തുടങ്ങാൻ പോണേ, ഇഷ്ടം പോലെ. എത്ര പേർക്കാണ് ജോലി. ബോണ്ടഡ് വെയർ ഹൗസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ്, പബ്ലിക്, പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഗോൾഡ്, കോപ്പറേറ്റീവ്, ഡിസ്ട്രിബ്യൂഷൻ, അയ്യോ ഇഷ്ടം പോലെ. സോ ദാറ്റ് കൃത്യമായിട്ട് നമ്മുടെ ആളുകൾക്ക് ഒരു അതിനെക്കുറിച്ചുള്ള മിത്ത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ റീച്ച് ആകുന്നില്ല. അവർക്ക് ഒരുപാട് പേർക്ക് റീച്ച് ആകുന്നില്ല. എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു 10 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്താൽ അവർക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിടികിട്ടും. ഞാൻ എന്താ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ. കാരണം വെയർ ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ സ്ഥലം, കുറേ സാധനങ്ങൾ അവിടെ ഇട്ട് അങ്ങനെ വിചാരിക്കുന്ന എന്തിനാ? അതിനൊരു പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ലേ? നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്താൽ പോലും, ഒരു മോളിൽ ചെല്ലുന്നു, വണ്ടി പാർക്ക് ചെയ്യുന്നു, എവിടെയാ പാർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി വെച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതെ, തിരിച്ചു വരുമ്പം ആ ഏരിയ പോയാലല്ലേ വണ്ടി കിട്ടത്തുള്ളൂ. കറക്റ്റ്. സെയിം കാര്യമല്ലേ ഈ വെയർ ഹൗസിൽ നടക്കുന്നത്. പ്രോപ്പർ മാനേജ്മെന്റ് എല്ലാം ഫീഡ് ആകുന്ന നമ്മൾ എല്ലാ ടെക്നോളജീസും ഇന്ന് എനിക്ക് തോന്നുന്നു വെയർ ഹൗസ് എന്നല്ല, ലോജിസ്റ്റിക്സിലെ എല്ലാ ഫീൽഡിലും വന്ന് മാക്സിമം യൂട്ടിലൈസ്. എനിക്ക് തോന്നുന്നു. താങ്ക് യു സാർ, ഇത്രയും ഇൻഫർമേഷൻസ്. എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഫീൽഡിലാണ്, പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ സാറിൽ നിന്ന് കിട്ടി. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്രയും ഭാഗ്യം. അവയർനെസ് വരണം. അതെ അതെ അതെ, കറക്റ്റ് ആയിട്ട്. അതാണ് മെയിൻ പ്രശ്നം. എനിവേ, താങ്ക് യു സാർ. താങ്ക് യു പാസിംഗ് ദ ഇൻഫർമേഷൻ. ലോജിസ്റ്റിക്സ് മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവിടെ യഥാർത്ഥത്തിലുള്ള മിത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റിലൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സാറിന് നമ്മളോട് പറയാനായിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.